इधर स्टॉप। ड्राइवर जी एक पेटी इधर रखो। ആ സാധനങ്ങളൊക്കെ ഒന്ന് വേഗം വരണില്ലേ? അത് എന്റെ ജോലിയല്ല ഹേ, സാധനങ്ങൾ ഇറക്കിട്ട് പണം തരണം ഹേ. ക്യാ ബോൾത്തെ? ബായ് ബായ്. ബ്രദർ ക്ഷമിക്കണം, എന്താ പേര്? ബായി എന്നും ബ്രദർ എന്നൊന്നുമല്ല, പിന്നെ സുനിൽ. ഓ, സുനിൽ. അച്ഛാ, സുനിൽ. അരേ ഞങ്ങൾ ഇവിടെ പുതിയതായി വന്ന താമസക്കാരാ. ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? മെല്ലെ മെല്ലെ പെട്ടി പതുക്കെ പതുക്കെ. സുനിൽ ഭായ്, ഞങ്ങളെ അങ്ങ് നോർത്തിലായിരുന്നു. ഈ 10-20 വർഷം ഹിന്ദി സംസാരിച്ച് മലയാളം മറന്നുപോയി. സുനിൽ ഭായ്, വീട് എവിടെയാ? ഇവിടെ അടുത്താ. ഇവിടെ അടുത്ത വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും മുത്തശ്ശിയും മാത്രം. അപ്പൊ എന്നെ പോലത്തല്ലേ മാനയും ബാപ്പിനെയും ഷാദിനെയും. മെല്ലെ എന്റെ അച്ഛനും അമ്മയും അങ്ങ് സുഖമായിട്ട് സിംഗപ്പൂരിൽ കഴിയുന്നു. സിംഗപ്പൂരിലോ? ആ, അതെന്താ അങ്ങനെ? വിശദമായി പിന്നീട് ഒരു ദിവസം പറയാം. ബൈ. ബായ് ബായ്. ബായ് ബായ്. പോയോ? ആ ചെറുക്കനെ ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് പോയാലെന്താ? എന്താ? അതാ നന്നാവാത്തത്. അപ്പേ എന്റെ പണം തരണം, എനിക്ക് പോണേ. ഞാൻ പോയില്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ബഡേ ഗുലാം മാലിക് ഖാൻ അവരുടെ നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ കച്ചേരി. क्या करूं सजनी, आए न बालन, क्या करूं सजनी, आए न बालन, वाह वाह। खोज रही है किया पर्दे की आँखियाँ, आए न बालन, क्या करूं सजनी, आए न बालन, जब भी कोई आहत होई मनवा मोरा सा है, देखो कहीं दूटे नहीं प्रेम की ये बाग എക്സലന്റ്. है मतवाई. പോൾ. ഹലോ. ഹലോ അങ്കിൾ, ഹൗ ഡു ഡു? അങ്കിൾ എന്നെ മനസ്സിലായില്ലല്ലേ? ഐ എം സുനിൽ മേനോൻ. ബൈ ദ വേ, ആന്റി എവിടെ? ഓ, കിച്ചണിലായിരിക്കും അല്ലേ? എക്സ്ക്യൂസ് മീ. കൊച്ചുട്ടാ, ഇതാ അമ്മുക്കുട്ടിയമ്മയുടെ കൊച്ചുമോനല്ലോ? ആണ്. ഇതുവരെ കരാട്ടയുടെ അസുഖമുള്ളായിരുന്നു, ഇപ്പൊ മറ്റേ അസുഖം തുടങ്ങിയെന്നാ തോന്നുന്നേ. ഇത് അസുഖമൊന്നുമല്ല, അഹങ്കാരമാ. റോഡിൽ നടക്കാൻ സമ്മതിക്കില്ല അച്ഛാ. ഓ, അപ്പോൾ നേരത്തെ പരിചയമുണ്ട്. ഇന്നാളെ ഒരു ദിവസം വല്യേച്ച് ചെരുപ്പൂരാൻ പോയതാ ചേട്ടനെ അടിക്കാൻ. അത് ശരി. ഹലോ ആന്റി, രഹസ്യം പപ്പടം. ഐ എം സുനിൽ മേനോൻ. ഞാൻ ആന്റി അങ്കിളിനെ കൊണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നു. എക്സ്ക്യൂസ് മീ, അങ്കിൾ എന്നെ കാത്തിരിക്കുക. അങ്കിൾ, ദിസ് ഇസ് സർപ്രൈസിംഗ് വിസിറ്റ്. അവിടെ ഇരിക്കും. ഫാനിന്റെ ചോട്ടിലിരുന്നാൽ തല അല്പം തണുക്കും. നോ നോ നോ, ഐ റെസ്പെക്ട് എൽഡേഴ്സ്. വലിച്ചു നീട്ടത് ഞാൻ വന്ന കാര്യം പറയാം. വളരെ നല്ലത്. ടെൻഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. പ്രിയ എന്നെ അപമാനിച്ചു, ഞാൻ പ്രതികാരം ചെയ്യും. എങ്ങനെ? ഞാൻ പ്രിയ വിവാഹം കഴിക്കും. യു സ്റ്റുപ്പിഡ്. സൂക്ഷിച്ച് സംസാരിക്കണം. പ്രിയ, നിങ്ങളുണ്ടായിരിക്കെ. സുനിൽ എന്നോടല്ലേ സംസാരിക്കുന്നത്? ഇയാൾ വലിയ ശല്യമാണ് അച്ഛാ. നോക്കൂ ആന്റി, ആന്റിയുടെ മകൾ പിന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. അങ്കിൾ, പ്രിയ എനിക്ക് വിവാഹം കഴിക്കണം. ഇത്ര നിസ്സാരമായി പറഞ്ഞുറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് വിവാഹം. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹപ്രായമായിട്ടില്ല. ഞാൻ വന്നത് നോമിനേഷൻ സമർപ്പിക്കാനാണ്. ഇലക്ഷൻ സാവധാനം നടത്തിയാൽ മതി. എന്റെ ഡാഡിയും മമ്മിയും സിംഗപ്പൂരിൽ നിന്ന് വന്നു കഴിഞ്ഞ് നിശ്ചയം നടത്താം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. പോട്ടെ. ബൈ. പയ്യൻ അല്പം അധികപ്രസംഗിയാണെങ്കിലും എനിക്ക് പിടിച്ചു. നിനക്കോ? എന്റെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് ഹിം.
ഹീസ് ആൻ ഇഡിയറ്റ്. മോളെ, ബുദ്ധിയുള്ള സ്ത്രീകൾ ഇഡിയറ്റ്സിനെ തെരഞ്ഞു കണ്ടുപിടിച്ച് വിവാഹം കഴിക്കും. സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. കൊള്ളാം. ഈ വീട്ടിൽ ഒരു ഇഡിയറ്റേ ഉള്ളൂ, അത് ഞാനാണ്. ഞാനാ ശരിക്കും ഇഡിയറ്റ്. അതുകൊണ്ടല്ലേ എന്നെ ആർക്കും കണ്ടുകൂടാത്തത്. ഓ, തുടങ്ങി. കൊച്ചേച്ചി ഇഡിയറ്റ് തന്നെയാ. എന്ത് പറയുന്നു മിസ്റ്റർ ഇഡിയറ്റ്? നിന്നെ ഞാൻ ഇഡിയറ്റ് ഇഡിയറ്റ് പ്രഭാസൻ ഇഡിയറ്റ്. ഇഡിയറ്റോ? ഞാനല്ലടാ ഇഡിയറ്റ്, നീയാണ്. എന്തിനാ നീ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നത്? ഇല്ല, ശരി കാലൊടിക്കും. രണ്ടിനെ ഞാൻ ശരിപ്പെടുത്തും. ഹലോ, അവിടെയോട് എന്റെ തന്തയോടെ എന്ന് ചോദിക്കും. എന്റെ തന്ത ഹരേ ഭഗവാൻ, ഗൺപത്, തുമ്പിക്കീഴുള്ള ഭഗവാൻ, എത്ര എത്ര സുന്ദരികളായ സ്ത്രീകളെ നീ സൃഷ്ടിച്ചു. എനിക്ക് മാത്രം കല്യാണം വിധിച്ചിട്ടില്ലേ? ഇല്ലേ? ക്യാ ഭഗവാൻ, ക്യാ? മന്മത, മനസ്സിനെ അടക്ക്. പാപചിന്ത പാടില്ല. ഞാൻ നാശം, മൂത്ത് നരച്ച് കെട്ടാക്കാളിയായി നിൽക്കുന്നു എന്റെ വഴിമുടക്കിയ ദ്രോഹി. അമ്പേ, പറയുന്നില്ലല്ലോ. കണ്ണടച്ച് അവിടെ നിന്ന് ധ്യാനിക്കൂ. ദുഷ്ടവിചാരം മനസ്സിൽ നിന്നങ്ങ് പോട്ടെ. ഇവളേതാ? എനിക്കറിയില്ല. അവളുടെ നിപ്പ് കണ്ടാലറിയാം. ഇവളൊരു കേമിയാണ്. അവളുടെ നിപ്പും തൊഴിയിലും. ഇവളങ്ങളൊക്കെ എന്തിനാ അമ്പലത്തിലേക്ക് വരുന്നത്?